2018 ഡിസംബറിൽ ഞങ്ങൾ ഏറ്റവും കുപ്രസിദ്ധമെന്ന് പറയാവുന്ന ഓഷ്വിറ്റ്സ് ബർക്കനൗ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് ഒരു വിസിറ്റ് നടത്തിയിരുന്നു. ആ വിസിറ്റിലെ ഞങ്ങളുടെ അനുഭവങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. ഞാൻ നിഷ. ഞാൻ ദിലീപ്. വണ്ടർസ്കേപ്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓഷ്വിറ്റ്സ് ടു ബിർക്കനൗവിൽ നമ്മൾ എത്തുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്നത് നമ്മളെല്ലാവരും പല സിനിമയിലും പല ഡോക്യുമെൻ്ററീസിലും ബുക്സിലും വായിച്ചിട്ടുള്ള ദ ഗേറ്റ് ഓഫ് ഡെത്ത് ആണ്. ആ ഒരു സീനുണ്ടല്ലോ, ആ ഒരു വ്യൂ ഉണ്ടല്ലോ, അത് ഭയങ്കര നമ്മളെന്നെ പേടിപ്പിക്കും. വാക്കുകളില്ല പറയാം, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. ഒരു റെയിൽപാളം ഇങ്ങനെ അതിൻ്റെ നടുവ് കൂടെ ക്യാമ്പിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അത് കടന്നു പോകുമ്പോൾ ശരിക്കും മരണത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്ന ഒരു ഫീലാണ്. വായ പൊളിച്ച് നിൽക്കുന്ന മരണത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു പോകുന്ന ഒരു ഫീലാണ് ഇപ്പോഴും. ആ ഗേറ്റ് കൂടെ കയറിപ്പോയ പ്രിസണേഴ്സിൽ വളരെ കുറച്ച് ആൾക്കാരെ ശരിക്കും പുറത്തേക്ക് തിരിച്ചു വന്നിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ സൈറ്റ് ആക്ച്വലി നമ്മൾ ഈ ഗേറ്റ് കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ റെയിൽവേ ലൈൻ കാണാം. അത് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്തും. റെയിൽവേ പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിലാണ് യൂറോപ്പിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ജൂത തടവുകാരെ ബർക്കനൗവിലേക്ക് എത്തിച്ചിരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഈ വേഗൻ കാണുമ്പോൾ ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ നിന്ന് ആൾക്കാർ വന്ന് ഇവിടെ ഇറങ്ങി പോവും എന്നുള്ള അങ്ങനത്തെ ഒരു ഫീലാണ്. നമ്മളവിടെ കൺമുമ്പിൽ അതൊക്കെ കാണണ പോലെ. കാരണം നമ്മൾ ആ ഓഷ്വിറ്റ്സ് 1 കണ്ട കാഴ്ചകളൊക്കെ ഇപ്പോൾ ഇവിടെ എനാക്ട് ചെയ്ത് വരുന്ന ഒരു ഫീലാണ്. പ്ലാറ്റ്ഫോമിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ അവരെ 4ആയി വിഭജിക്കും. ആരോഗ്യവാന്മാരായ യുവാക്കളെയൊക്കെ പലതരം പണികൾക്കും, സ്ത്രീകളെ പലതരം പണികൾക്കും പരീക്ഷണങ്ങൾക്കും ആയിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. അതിൽ തീരെ ചെറിയ കുട്ടികളും വയസ്സായവരും നേരെ ഗ്യാസ് ചേമ്പറിലേക്കാണ് പറഞ്ഞു വിടുക, മരണത്തിലേക്കാണ് അവരെ പറഞ്ഞു വിടുക. ഇവിടെയാണ് ശരിക്കും ഈ പറഞ്ഞ 10 ലക്ഷം 11 ലക്ഷം 13 ലക്ഷം ആൾക്കാരെ കൊല്ലപ്പെടുത്തിയതിൽ ഏറ്റവും സൈസബിൾ പോർഷൻ ഈ ബിർക്കനൗ സൈറ്റിലാണ് ഉണ്ടായിരുന്നത്. അത് ഈ ഗ്യാസ് ചേമ്പേഴ്സിൽ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. അതല്ലാണ്ട് അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് ഫുൾ ക്യാമ്പ്സ് ആണ്, ബാരാക്സ് ആണ്. അപ്പോൾ അനവധി ബാരാക്സ് ആണ്. പറഞ്ഞ ഹ്യൂജ്, അതൊരു ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് പോലെയാണ് അവർ നാസികൾ ഇത് പണി ചെയ്തിരുന്നത്. അപ്പോൾ ആ രണ്ട് സൈഡിൽ, പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കാണുമ്പോൾ പലയിടത്തും എന്താ വെച്ചാൽ ഈ ഒരു 1944 വേൾഡ് വാർ ഇവർ തോൽവിയാകുമ്പോഴേക്കും റെഡ് ആർമി വരും എന്ന് കേട്ടപ്പോഴേക്കും ഇവർ ഡിസ്ട്രോയ് ചെയ്തു. പല ബാരാക്സും പല അവരുടെ ക്യാമ്പ്സും ഓഫീസുകളും അവിടുത്തെ റെക്കോർഡ്സൊക്കെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട് ഇന്ന് നമുക്ക് പലതും കാണാൻ പറ്റില്ല. അപ്പോൾ ഇന്നുള്ളത് വളരെ കുറച്ച് ഈ ബ്ലോക്സ് മാത്രമേ നമുക്ക് കാണാനുള്ളൂ. എങ്കിലും ആ കുറേ ദൂരം നമുക്ക് നടക്കാനുണ്ട് ഈ ഓഷ്വിറ്റ്സ് 2. പിന്നെ കുറച്ച് മുമ്പിലേക്ക് പോയി കഴിഞ്ഞാലാണ് ഇവിടുത്തെ ഹോളോകോസ്റ്റ് മെമ്മോറിയൽ. കണ്ട ഒരു പക്ഷെ ഒരു പ്രത്യേകത ഒന്നും തോന്നില്ല, കുറേ കല്ലുകൾ നിരത്തി വെച്ച പോലെയൊക്കെയാണ് തോന്നുക. പക്ഷേ അതിനും അതിൻ്റേതായ ഒരു അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നി. പല പല തരത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ ജീവൻ നഷ്ടമായിരിക്കണം ഇവിടെ. അപ്പോൾ അവരെയൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഉള്ള ഒരു സംഭവം. ഇവിടെ അവരുടെ മെമ്മോറിയൽ അല്ലെങ്കിൽ അവർക്കായിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് 22 ഭാഷകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എത്തുന്നത് ഇവിടുത്തെ തടവുകാർ റെബല്യനിൽ തകർത്ത ഒരു ക്രെമറ്റോറിയത്തിൻ്റെ റിമെയിൻസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ അത് വെറും റൂയിൻസ് പോലെയാണ്. എങ്കിലും അവർ പറയണത് ഇവിടെ ഇത് പ്രവർത്തിച്ച 2-3 കൊല്ലം എല്ലാ ദിവസവും രാത്രിയും ആ ചേമ്പറിൻ്റെ മുകളിലുള്ള ആ ചിമ്മിനി കൂടെ പുക പോയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നുവെച്ചാൽ എല്ലാ ദിവസവും രാത്രിയും ആൾക്കാരെ ഇവിടെ കൊന്നിട്ട് അവരെ ക്രിമേറ്റോ അല്ലെങ്കിൽ എന്താ അവർ ചെയ്തിരുന്നത്. ദിനരാത്രം ആൾക്കാർ ട്രെയിനിൽ വരുന്നു, അവരെ നേരെ ഗ്യാസ് ചേമ്പറിലേക്ക് വിടുന്നു, കൊല്ലണു, അവരെ ക്രെമറ്റോറിയത്തിൽ വെച്ച് കത്തിച്ച് കളയണു. ഒരു എന്താ പറയുക, 24 hours നിർത്താതെ പ്രവർത്തിച്ചിരുന്ന ഒരു ഫാക്ടറി തന്നെയായിരുന്നു. ഫാക്ടറി ഓഫ് ഡെത്ത് ആയിരുന്നു അത്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അറിയില്ല, വല്ലാത്തൊരു ഫീലാണ്. ഈ കാലാവസ്ഥ, മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്, തണുത്ത് വിറയ്ക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ നല്ല തണുപ്പുള്ള സമയത്ത് മഞ്ഞും മൂടി കിടക്കുന്ന അവസ്ഥയിലും അവർ ഇവിടെ പുറത്ത് യാതൊരു പ്രൊട്ടക്ഷനും ഇല്ലാതെ പണികൾ ചെയ്തിട്ടുണ്ടാവും. ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവില്ല, തണുത്ത് വിറച്ച് മരിച്ചിട്ടുണ്ടാവും ആൾക്കാർ.
അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാന്നുള്ളത് ആണ് മനസ്സിൽ തോന്നുന്നത് ശരിക്കും. നമ്മൾ വീണ്ടും നടന്ന് അവർ നമ്മളെ, പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു കാഴ്ച ഉണ്ട്, അത് ഏറ്റവും വിഷമിപ്പിക്കുന്ന വേറൊരു കാഴ്ചയാണ്. നമ്മളെ അവർ 1-2 ബാരാക്സിലേക്ക് കൊണ്ടുപോകും. ആ കാലത്ത് എങ്ങനെയാണ് ഈ തടവുകാർ ഇവിടെ താമസിച്ചിരുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു ടിപ്പിക്കൽ ബാരക്ക്. ഒന്നുമില്ല, കുറേ ബങ്ക് ബെഡ്സ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് മരത്തിൻ്റെ. അതിൽ ഒരു ബാരക്കിൽ 500 ആൾക്കാരൊക്കെയാണ് ശരിക്ക് താമസിക്കാൻ വിചാരിച്ചിരുന്നതെങ്കിലും 1000-1000-ലധികം ആൾക്കാരെ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ബെഡിൽ 10-12 ആൾക്കാരൊക്കെയാണ് ഇട്ടിരുന്നത്. അവർക്ക് ഭക്ഷണം കൊടുക്കില്ലായിരുന്നു. അപ്പോൾ ഈ ബാരക്സിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ, ഇത് അന്ന് ഉണ്ടായിരുന്ന അതേ ഇതിലാണ് അവർ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം എത്ര ഒരു ദയനീയമായ അവസ്ഥയാണ് ഇവിടെ. നമുക്ക് നമ്മുടെ ഒരു പക്ഷേ വീടുകളിലെ തൊഴുത്തിൽ പോലും ഇതിനേക്കാളും സൗകര്യവും സ്ഥലവും ഉണ്ടാവും ജീവിക്കാൻ, പശുക്കൾക്കും ഇതിനും. അത്രയും ഇൻഹ്യൂമൻ കണ്ടീഷൻസ് ആണ്. ഇന്നിപ്പോൾ ഞങ്ങളിവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ സ്നോ ഉണ്ട്, നല്ല തണുപ്പാണ്. നമ്മൾ ഇതാകുമ്പോൾ തന്നെ നമ്മൾ ഗ്ലൗസും ഇതൊക്കെ ആയിട്ട് തന്നെ നമുക്കിവിടെ സഹിക്കാൻ പറ്റില്ല. അയ്യോ ഭയങ്കര തണുപ്പ്, അല്ലെങ്കിൽ ചെറിയൊരു വിഷമം വരുമ്പോഴേക്കും നമുക്ക് ബുദ്ധിമുട്ട്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണ്. എങ്ങനെയോ അന്ന് ഈ ആൾക്കാരൊക്കെ അവിടെ സർവൈവ് ചെയ്തേ. അപ്പോൾ സർവൈവ് ചെയ്ത ആൾക്കാരെയൊക്കെ അവർ ഗ്യാസ് ചേമ്പറിൽ കൊന്നായിരുന്നു. അപ്പോൾ ഈ കാഴ്ചകളെ കണ്ട് നമ്മൾ മെല്ലെ പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ ഭയങ്കര ഹെവി ഹാർട്ട് വെച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുക. അവസാനം ഈ മരണകവാടത്തിൻ്റെ മുമ്പിൽ നമ്മൾ ടൂറൊക്കെ കഴിഞ്ഞ് എത്തി നിൽക്കുമ്പോൾ ശരിക്കും വലിയൊരു ആപത്തുനിന്ന് രക്ഷപ്പെട്ട് ജീവിതം തിരിച്ചു കിട്ടിയ ഒരു സമാധാനമോ അല്ലെങ്കിൽ ഒരു ഫീലാണ്. മരണത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കണ ഒരു ഫീലാണ്. പിന്നെ നടന്ന് ഇങ്ങനെ ദൂരെ പോകുമ്പോഴും നമുക്ക് വീണ്ടും പറഞ്ഞ ഗേറ്റ് ഓഫ് ഡെത്ത് നമുക്ക് ദൂരെ വരെ, നമ്മളെ വണ്ടി പോകുന്ന ബാക്കിൽ നമുക്കിങ്ങനെ കാണാം ദൂരെ വരെ എന്ന് വെച്ചാൽ ഇന്നും 2-3 വർഷം കഴിഞ്ഞിട്ടും എനിക്കിപ്പോൾ കണ്ണിങ്ങനെ ഇടയ്ക്ക് അടയ്ക്കുമ്പോൾ ഇന്ന് ആ ഗേറ്റ് ഓഫ് ഡെത്താണ് പലപ്പോഴും ഓർമ്മ വരുന്നത്, ഓഷ്വിറ്റ്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ എൻറ്റയർ വിസിറ്റ് വളരെ ഒരു ടച്ചിങ് ആണ്. കാരണം ശരിക്കും നമ്മളെ ഹൃദയത്തിൽ സ്പർശിക്കണം, അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന കാഴ്ചകളും വിവരങ്ങളുമാണ് അവിടെ നമ്മളെ കാത്തിരുന്നിരുന്നത്. മനുഷ്യൻ്റെ ക്രൂരതയുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ. ശരിക്കും നമ്മൾ കരഞ്ഞു പോകുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായി. പ്രത്യേകിച്ചും ആ തടവുകാരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ്, അവരുടെ മുടി, കുട്ടികളുടെയും വലിയവരുടെയും ചെരുപ്പ് കൂമ്പാരായി കിടക്കുന്ന കാഴ്ചകൾ, അതൊക്കെ ശരിക്കും ഹൃദയത്തിനെ കീറി മുറിക്കുകയെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു. പക്ഷെ അതിനേക്കാളും എന്നെ ഇപ്പോഴും 2 കൊല്ലം കഴിഞ്ഞിട്ട് ഹോണ്ട് ചെയ്യണ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, ആ ഒരു ഹാളിൽ, ഒരു എക്സിബിഷൻ ഹാളിൽ അവിടുത്തെ തടവുകാരുടെ ഫോട്ടോസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ ആൾക്കാരുടെയും കണ്ണിൽ നോക്കിയാൽ ലൈഫ്ലെസ് ഐസ് എന്ന് പറയില്ലേ, ജീവിതത്തിൽ ഇനി ഒന്നും നമുക്ക് പ്രത്യാശയില്ലാതെ ജീവനില്ലാത്ത കണ്ണുകളായിരുന്നു അവിടെ നമ്മളെ നോക്കിയിരുന്നത്. അതെപ്പോഴും ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യണ ഒരു ഫീലാണ് എനിക്ക്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ലാർജർ മെസ്സേജാണത് ഹ്യൂമാനിറ്റിക്ക് വേണ്ടി. അവിടെ ജോർജ് സാന്റിയാനയുടെ ഒരു 2 വാക്കുകൾ അവിടെ എഴുതി വെച്ചിട്ടും കൂടിയുണ്ട്. ദോസ് ഹു ഫോർഗെറ്റ് ഹിസ്റ്ററി ആർ കണ്ടംൻഡ് ടു റിപ്പീറ്റ് ഇറ്റ്. അപ്പോൾ അത് ഏത് ജാതി ആയാലും മതമായാലും രാജ്യമായാലും കളർ, എത്നിസിറ്റി, പാർട്ടി, രാജ്യം, എനിത്തിങ്, നമ്മൾ ആസ് എ ഹ്യൂമൻ നമ്മൾ പണ്ട് നടന്നത് എന്താ വെച്ചാൽ നമ്മളത് പഠിച്ച് മനസ്സിലാക്കുക, സോ ദാറ്റ് നമ്മളത് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ മെസ്സേജ് ഈ ഒരു യാത്രയുടെ. ഇതൊരു ടൂറിസ്റ്റ് ലൊക്കേഷനോ കാണാനോ ഭംഗി ആസ്വദിക്കാനോ ഫോട്ടോ എടുക്കാനോ അങ്ങനത്തെ ഒരു സ്ഥലമല്ല, പക്ഷേ അതിലൊരു മെസ്സേജ് ഉണ്ട്, ഒരു ഫുൾ ഹ്യൂമാനിറ്റിക്ക് വേണ്ടി. അപ്പോൾ ചരിത്രത്തിൽ നിന്ന് നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക്
മാനവികതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുമ്പിലേക്ക് പോവാം. പ്രത്യേകിച്ചും ഇപ്പോൾ വിക്ഷുബ്ധമായൊരു സമയമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ. അതിനെയൊക്കെ മറികടന്ന് നല്ല നാളുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ആ ഒരു ആശയോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.